പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെക്കുറിച്ചാണ്. മണികണ്ഠൻ പട്ടാമ്പി, സലീം ഹസൻ, നിയാസ് ബക്കർ, ഉണ്ണിരാജ, രചന നാരായണൻകുട്ടി, വിനോദ് കോവൂര്, വീണ നായർ തുടങ്ങിയ എല്ലാ മറിമായൻ ടീമും ഈ സിനിമയിലുണ്ട്. തിരക്കഥയും സംവിധാനവും ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനുമാണ്. ഒരു പഞ്ചായത്തും ആ പഞ്ചായത്തിൽ നടക്കുന്ന രസകരമായ നിരവധി മുഹൂർത്തങ്ങളും ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. രാഷ്ട്രീയക്കാരുടെ മത്സരങ്ങളും ചേരിപ്പോരും ഗ്രൂപ്പ് വഴക്കും എന്നിരുന്നാലും എല്ലാത്തിലും ഏത് നാട്ടിലും ഏത് പഞ്ചായത്തിലും ഒരു നല്ല ജനപ്രതിനിധി ഉണ്ടാവും. അത്തരം ഒരു ജനപ്രതിനിധി അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ രസകരമായിട്ട്, അതായത് അഭിനയിക്കുകയാണെന്നൊന്നും തോന്നില്ല, നല്ലൊരു മെസ്സേജ് അടക്കം നല്ല ഫിനിഷിങ് സൂപ്പർ ക്ലൈമാക്സ് അടക്കം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. മറിമായത്തിലെ ഒത്തിരി കോമഡികൾ ഈ സിനിമയിൽ ചെറിയ രീതിയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അഭിനയിച്ചവരൊക്കെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തിനു പറയണത്, നമ്മൾ എന്താണോ നമ്മൾ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ എങ്ങനെയൊക്കെ ഒരു നാട്ടിൽ ഒരു ജനപ്രതിനിധി ആവണം, അതാണ് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെ ആവണം ഒരു ജനപ്രതിനിധി, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ഒക്കെ എന്തൊരു അഭിനയമാണ് അവരുടെ, അതായത് വേറെ ലെവലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലേക്ക് ഉണ്ടാവുന്ന സിനിമകൾ പോലുള്ള ഒരു സിനിമ അത്രയ്ക്ക് രസകരമാണ്. ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാനുണ്ട്. കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന ഒരു വൃത്തികേടുകളോ അല്ലെങ്കിൽ ഒരു അസഭ്യങ്ങളോ ഒരു ദയാർത്ഥങ്ങളോ ഇല്ലാത്ത ഒരു സിനിമ. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലുണ്ടാകുന്ന സിനിമ പോലെ തന്നെ ശരിക്കും വേണമെങ്കിൽ ഇനിയും ഇവർക്ക് നല്ല സിനിമകൾ ഈ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പോലെ തന്നെ അടുത്തൊരു കൂട്ടുകെട്ടായിട്ട് ഈ മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. മണികണ്ഠൻ പട്ടാമ്പിയെ കുറിച്ചിട്ട് ലാൽ ജോസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററും നല്ല ഡയറക്ടറും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനി നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.